SFI എന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനയിലൂടെ വളർന്നു വന്ന രണ്ട് പ്രധാന നേതാക്കളായ ആർഷോയുടെയും വിദ്യയുടെയും വിവാഹമാണ് ഇന്ന് നടന്നത്. അപ്പോൾ അവർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നതിനോടൊപ്പം ഈ ഒരു വിവാഹത്തിന് കുറച്ചധികം പ്രത്യേകതകൾ കൂടിയില്ലേ, ഇല്ലേ സർ? പിന്നെ ഇതൊരു സെലിബ്രിറ്റി വിവാഹമല്ലേ ശരിക്കും പറഞ്ഞ. കാരണം ഈ ആർഷോ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം SFIയുടെ മുൻ സെക്രട്ടറിയാണ്. അതുകൂടാണ്ട് ഇപ്പോ പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാലക്കാട്ടിലെ CPIM ജില്ലാ കമ്മിറ്റി അംഗം. അതൊരു വളരെ പവർഫുൾ പോസ്റ്റാണ്. സാധാരണക്കാർക്കൊന്നും എത്താൻ പറ്റൂല ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ. അതിനിപ്പോ അടുത്ത പ്രൊമോഷൻ കിട്ടാൻ പോണ അദ്ദേഹത്തിന് സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊമോഷൻ കിട്ടാൻ പോണ സെൻട്രൽ കമ്മിറ്റിയിലാണ്. അത് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം പൊളിറ്റ് ബ്യൂറോയിൽ വരും. അപ്പൊ അങ്ങനെ കാലക്രമേണ അദ്ദേഹത്തിന്റെ പേരിന്റെ ഇനീഷ്യൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ PM ആർഷോ, പ്രൈം മിനിസ്റ്റർ ആർഷോ ആവില്ല എന്നാരും കണ്ടു. അദ്ദേഹം വളരെ VIP ആണ്. അതുപോലെ തന്നെ കെ വിദ്യ, അവര് ആർഷോ മറ്റേ മഹാരാജാസ് കോളേജിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്, കെ വിദ്യ. പക്ഷെ അവർ കുഴപ്പമുള്ളത് ഈ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് കോളേജിന്റെ ലെറ്റർ ഹെഡില് പ്രിൻസിപ്പലിന്റെ ഒപ്പ് സഹിതം വ്യാജരേഖ ഉണ്ടാക്കിയിട്ടാണ് അവര് വേറെ കോളേജുകളിലൊക്കെ ജോലി മേടിച്ചത്. ഉദാഹരണത്തിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ജോലി നേടി. പിന്നീട് ഇതേ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പാലക്കാട് അട്ടപ്പാടിയിലുള്ള രാജീവ് ഗാന്ധി മെമ്മോറിയൽ ആർട്സ് കോളേജിലെ മലയാളം ഗസ്റ്റ് ലെക്ചററായി. അങ്ങനെ ആ തസ്തികയിൽ അതിന് ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് പോലീസ് ഇത് മനസ്സിലായത്, വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലായത്. പിന്നെ അവർ കുറെ നാൾ ഒളിവിലായിരുന്നു. ആ സമയത്ത് ഒരു വലിയ ഫേമസ് സെലിബ്രിറ്റി ആയി കേരളത്തിലെ. എന്തോ ഭീകര പ്രസ്ഥാനങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സ്വാതന്ത്ര്യ സമര നേതാവിന്റെ പരിവേഷമായിരുന്നു വിദ്യയ്ക്ക് ഉണ്ടായിരുന്നത്. വിദ്യയുടെ കയ്യിൽ എല്ലാത്തരം വിദ്യകളും ഉണ്ട്. മിടുക്കിയാണ്. കെ വിദ്യ എന്ന് പറഞ്ഞാല് കള്ളി വിദ്യ എന്ന് വേണേൽ പറയാം, ആ രീതിയിലാണ്. അപ്പൊ എനിക്ക് ഈ വിവാഹത്തിനെ പറ്റി ഞാൻ കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്, കുറച്ച് നാള് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ജഗദീഷ് ശ്രീകുമാറും കൽപ്പനയും കൂടി അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു, ആലിബാബയും 6 കള്ളന്മാര്. കേട്ടിട്ടുണ്ടോ? രണ്ടുപേരും കള്ളന്മാരാ. മറ്റേ ഈ ജഗദീഷ് ശ്രീകുമാറും പിന്നെ കള്ളൻ, പിന്നെ ഈ കൽപ്പനയും നല്ല മൂത്ത കള്ളി. അപ്പൊ അവർക്കൊരു കുട്ടി ഉണ്ടാവും, ലുട്ടാപ്പി എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിയും നല്ല കള്ളനാണ്. കൊച്ചു കുട്ടിയാണെങ്കിൽ എന്തൊരു മിടുക്കനായിട്ട് എന്ത് നന്നായിട്ടാണ് മോഷണം നടത്തണേന്ന് അറിയാമോ. അപ്പൊ ആ ഒരു സിനിമയിലെ ചില രംഗങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ അവർക്ക് എല്ലാവിധ വിവാഹ മംഗള ആശംസകളും അർപ്പിക്കാം. രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് CPIM രാഷ്ട്രീയത്തിൽ അവർക്ക് നല്ല ഭാവിയുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ് ഇനി, എന്തൊക്കെ തരം സർട്ടിഫിക്കറ്റുകളാണ്, PhD ഒക്കെ കിട്ടുമായിരിക്കും മിക്കവാറും. ഇദ്ദേഹം ഈ ആർഷോ എന്ന കലിംഗ യൂണിവേഴ്സിറ്റി എന്നൊക്കെയാണ് അത്ര ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് കോളേജ് ജീവിതം അവസാനിപ്പിച്ചത്. വളരെ പ്രമുഖനായ ഒരു നേതാവാണ്. എല്ലാം കൊണ്ടും എന്നൊക്കെ വിളിക്കും. ഈ SFIയുടെ തന്നെ 2 കുപ്രസിദ്ധ നേതാക്കളുടെ വിവാഹം എന്ന് നമുക്ക് തന്നെ പരാമർശിക്കാമല്ലേ? ഞാൻ ആ വാക്കിലേക്ക് വരണില്ല. ഞാൻ പറയണത് സെലിബ്രിറ്റി മാരേജ്. നന്നായിരിക്കട്ടെ. അവര് മാർക്സ് മുത്തപ്പനും ലെനിൻ വല്ലിച്ചനും പിന്നെ അതുപോലെ തന്നെയുള്ള ക്രൂഷ്ചേവ് അതും പിന്നെ തിരുമേനി EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മാവും അവരെ അനുഗ്രഹിക്കട്ടെ. ഭാവിയിൽ നല്ല മികച്ച ഒന്നാന്തരം മാർക്സിസ്റ്റുകാരായിട്ട് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ സൈബറിടങ്ങളിലൊക്കെ ചക്കിക്കൊത്ത ശങ്കരൻ ഇങ്ങനത്തെ ഒക്കെ ഒരു ലേബലില് ഈ ഒരു വിവാഹത്തെ ആഘോഷിക്കപ്പെടുന്നതൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇന്നാണ് ആ വിവാഹം നടന്നത്. അപ്പോൾ SFI അല്ലെങ്കിൽ SFI എന്നല്ല, വിദ്യാർത്ഥി സംഘടനകളിൽ അതിന്റെ ഉള്ളിൽ പ്രണയം മുട്ടിടുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും ഒക്കെ ഒരു നമുക്ക് നിത്യ കാഴ്ച തന്നെയാണ്. പിന്നെ SFIക്കാരുടെ ഒരു രീതി വെച്ച് SFIയിലെ വിദ്യാർത്ഥി സംഘടനയിലൂടെ വളർന്നു വന്ന ആളുകൾ പൊതുവെ SFIക്കാരെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പ്രധാനികളെ എല്ലാം അങ്ങനെ തന്നെയാണ്. അതെ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇട്ടിട്ട് പൊക്കോളും. പണ്ട് പറഞ്ഞ പോലെ അവർക്ക് എത്ര മാരേജ് വേണമെങ്കിലും ആവാമല്ലോ. മാർക്സിസ്റ്റിനും മുസ്ലിംസിനും എത്ര മാരേജ് വരെ ആവാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ആദ്യത്തെ വിവാഹമാണ് 2 കൂട്ടരുടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
നല്ല ആശംസകൾ നേരം നമുക്ക്. ഇപ്പൊ അത്രേ പറ്റുള്ളൂ. ഇപ്പൊ അവര് ഊണ് കഴിക്കുന്ന സമയമായിരിക്കും മിക്കവാറും അല്ലേ? അതെ അതെ സദ്യ, വിവാഹ സദ്യ ഏതോ ഒരു ഹോട്ടലിലായിരിക്കും നടക്കണം. ഇനി വൈകുന്നേരം ഡിന്നറൊക്കെ ഉണ്ടാവുമായിരിക്കും. സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഒരു സെലിബ്രിറ്റി കല്യാണത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു വിവാഹം തന്നെയല്ലേ? അതെ അതെ. കേരളത്തിലെ 2026 ഏറ്റവും വലിയ സെലിബ്രിറ്റി മാരേജ്, അതും സ്കൂൾ തുടങ്ങിയ അന്ന് തന്നെ, പുതിയ അക്കാദമിക് ഇയർ തുടങ്ങിയ അന്ന് തന്നെ 2 വിദ്യാർത്ഥി നേതാക്കൾ വിവാഹിതരാകുന്നു. എല്ലാ ആശംസകളും നേരം നമുക്ക്. അവരുടെ വിവാഹ ജീവിതം വളരെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതായി തീരട്ടെ. കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കട്ടെ. കൂടുതൽ മാർക്സ് കുഞ്ഞുങ്ങൾ ഭാരതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ഈ ഒരു വിവാഹം കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് പണ്ട് ആര്യ രാജേന്ദ്രന്റെ വിവാഹം ഉണ്ടായിരുന്നല്ലോ. അതും ഇതുപോലെ തന്നെ വളരെയധികം ഒരു സെലിബ്രിറ്റി മാരേജ് എന്ന് തന്നെ നമുക്ക് വിളിക്കപ്പെടാം. പ്രധാന രാഷ്ട്രീയ നേതാക്കളൊക്കെ CPM-ന്റെ നേതാക്കളൊക്കെ പങ്കെടുത്തൊരു വിവാഹമായിരുന്നു. അതെ അതെ അതെ. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതിന് ഞാൻ TV-യിൽ ഗോവിന്ദൻ കണ്ടതായിട്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ട്. എല്ലാം പ്രധാന നേതാക്കളെല്ലാം ഉണ്ടായിരുന്ന ഒരു വിവാഹമായിരുന്നു ആര്യയുടേത്. പക്ഷെ അവര് പിന്നെ ഈ മറ്റേ വ്യാജ ഡിഗ്രി ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? വ്യാജ ഡിഗ്രി ഒന്നും ഇല്ല. മറ്റേ ആൾക്കും വ്യാജ ഡിഗ്രി ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. നിതിൻ രാജോ അവരുടെ ഭർത്താവില്ലേ? ഒരു MLA അല്ലായിരുന്നു അവരുടെ ഭർത്താവ്? അതെ, ഇപ്പൊ സച്ചിൻ ദേവ്. സച്ചിൻ ദേവ് ഇപ്പൊ XMLA ആണ്. തോറ്റ MLA ഇപ്പൊ. അതെ അതെ, XMLA ആയിട്ടുണ്ട്. എക്സ് മേയറും XMLA. അതെ. അതോടൊപ്പം തന്നെ രവീഷ്, ഇതിന്റെ ഒരു സാമ്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ആ ഒരു വ്യാജം, ആ ഒരു ടാഗ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? ഇത് നോക്കൂ, അതൊരിക്കലും ഒരു കാര്യം അറിയില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് വിവാഹത്തിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. അവര് കമ്മ്യൂണിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു ക്യാമ്പ് പോലെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ജീവിക്കുന്നത് കമ്മ്യൂണിൽ. അപ്പൊ അവർക്ക് ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി, പിന്നെ അച്ഛൻ, അമ്മ, മക്കൾ, ഇങ്ങനെയുള്ള റിലേഷൻ ഒന്നും ഇല്ല. സ്ത്രീയെ സംബന്ധിച്ചോളം അവർ കണക്കാക്കുന്നത് ഒരു എന്താ പറയുന്ന ഉപഭോഗ വസ്തു, അതല്ലെങ്കിൽ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് സഹായകമാകുന്ന ഒരു യന്ത്രം എന്നുള്ള രീതിയിലാണ് അവർ മനുഷ്യരെ മൊത്തം ഇവരങ്ങനെയാണ് കണക്കാക്കണം. അപ്പോൾ അത് ഇതിങ്ങനെ നടക്കും. ഇതിങ്ങനെ കുറെ പേര്, അവരുടെ പാർട്ടി സെക്രട്ടറിക്ക് ആയിരുന്നില്ലേ ഇന്നാള് മരിച്ചുപോയ ആള് സീതാറാം യെച്ചൂരി, അദ്ദേഹം ഇതേപോലെ 2-3 കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ SFIയുടെ തന്നെ പല നേതാക്കന്മാരും വിവാഹം ചെയ്ത് പിന്നെ ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ശാശ്വതമായ ഒരു വിവാഹം അവർക്ക് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിവാഹം എന്നൊക്കെ പറയുന്ന വരട്ട് തത്വവാദം എന്നാണ് പറയുന്നത് അവര്, പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്. അവര് കല്യാണം കഴിച്ച് അവര് കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട് ആ നേതാക്കന്മാർ. അവരുടെ മക്കളൊന്നും അവരുടെ പിള്ളേരുടെ കൂടെ കൂട്ടുകൂടാനൊന്നും സമ്മതിക്കില്ല. ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ അയച്ചാൽ പഠിപ്പിക്കുള്ളൂ. അപ്പൊ സ്വന്തം മക്കളുടെ കാര്യം, കുടുംബക്കാര്യം അവർ വളരെ സേഫ് ഗാർഡാക്കും. അത് കഴിഞ്ഞിട്ടേ പൊതുപ്രവർത്തനം ഒക്കെ ഉള്ളൂ. ഇപ്പൊ ജയിലിൽ പോയി കിടക്കുന്ന കണ്ടില്ലേ കുറച്ചു പേര്, മറ്റേ ED റെയ്ഡ് ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവരവിടെ അതൊക്കെ മറ്റേ എന്താ പറയുന്ന സാധാരണ സർവാണി പ്രവർത്തകരാണ്. നമ്മള് പറയില്ലേ കല്യാണത്തിനൊക്കെ സർവാണിക്ക് സദ്യ വിളമ്പുക എന്ന് പറഞ്ഞ പോലെ, അതുപോലെ സർവാണികളാണ്. അവരുടെ ജീവിതം ഇങ്ങനെ ഗുണ്ടയായിട്ടും മറ്റേ ചവേർ കോഴികളായിട്ടാണ് അവര് നടക്കുക. ഇപ്പൊ ഏതായാലും നമുക്കൊരു നല്ല ദിവസമല്ലേ, അവർക്ക് നന്നായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. അതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ കാര്യം. തീർച്ചയായും സാർ, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ അതെ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ടാവും. അതെ, ഓക്കെ സാർ, താങ്ക് യു.